യോ വാട്സ്ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഞാൻ പിന്നെ വന്നിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, കഴിഞ്ഞ മാസം അതായത് ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലിംഗ് കരസ്ഥമാക്കിയ ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി വീഡിയോ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ള വാഹനം മാരുതിയുടെ ഫ്രോങ്സ് ആണ്. മാരുതിയുടെ ഫ്രോങ്സ് വിറ്റിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 9,815 യൂണിറ്റുകളാണ് മാരുതിയുടെ ഫ്രോങ്സ് വിറ്റിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം. ഇനി അടുത്തത് 9ാം സ്ഥാനമാണ്. 9ാം സ്ഥാനത്തുള്ളത് ടാറ്റ പഞ്ചാണ്. ടാറ്റ പഞ്ച് 10,446 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത് കഴിഞ്ഞ മാസം. ഇനി അടുത്ത 8ാം സ്ഥാനത്താണ്. 8ാം സ്ഥാനത്തുള്ള വാഹനമാണ്. 8ാം സ്ഥാനത്തുള്ള വാഹനം ടാറ്റയുടെ നെക്സോൺ ആണ്. ടാറ്റ നെക്സോൺ വിറ്റിരിക്കുന്നത് 11,602 യൂണിറ്റുകളാണ് ടാറ്റ നെക്സോൺ വിറ്റിരിക്കുന്നത്. അടുത്ത 7ാം സ്ഥാനത്തുള്ളതാണ്. 7ാം സ്ഥാനത്തുള്ളത് മഹീന്ദ്ര സ്കോർപിയോ ആണ്. മഹീന്ദ്ര സ്കോർപിയോ വെച്ചാൽ മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക്കും മഹീന്ദ്ര സ്കോർപിയോ എന്നും അടങ്ങുന്ന ലിസ്റ്റാണിത്. ടോട്ടലി 12,740 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അടുത്ത 6ാം സ്ഥാനം മാരുതി വാഗണാറിനുള്ളതാണ്. മാരുതി വാഗണാർ ടാറ്റ പഞ്ചൊക്കെ മിക്ക മാസങ്ങളിലും ടോപ്പിൽ നിൽക്കുന്നതാണ് സെയിൽസിൽ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,930 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ 5ാം സ്ഥാനത്തുള്ളത് മാരുതി സ്വിഫ്റ്റ് ആണ്. ജനപ്രിയ മോഡൽ മാരുതിയുടെ. അത് 13,275 യൂണിറ്റാണ് ആകെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതെന്ന് വെച്ചാൽ 4ാം സ്ഥാനമാണ്. 4ാം സ്ഥാനത്തുള്ളത് മാരുതിയുടെ തന്നെ വാഹനമാണ്. മാരുതി എർട്ടിഗയാണ്. മാരുതി എർട്ടിഗ വിറ്റിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 14,151 യൂണിറ്റുകളാണ് മാരുതിയുടെ എർട്ടിഗ വിറ്റിരിക്കുന്ന. ടോപ്പ് ത്രീ എത്തി. ബ്രസയാണ് 3ാം സ്ഥാനം. 14,507 യൂണിറ്റുകളാണ് ബ്രസ വിറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ 2ാം സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനത്തുള്ള വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരുതി ഡിസയർ ആണ്. ഡിസയർ 15,484 യൂണിറ്റുകൾ ആകെ വിറ്റിട്ടുണ്ട്. 2ാം സ്ഥാനമാണിത്. ഇനി 1ാം സ്ഥാനത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം 1ാം സ്ഥാനത്ത് എത്തുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. 1ാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടായിയുടെ ക്രെറ്റയാണ്. ചിലർ ക്രിയേറ്റ് എന്നും പറയും, ചിലർ ക്രെറ്റ എന്ന് പറയും. ഞാൻ ക്രെറ്റ എന്നാ പറയുന്നത്. മാരുതി ക്രെറ്റയാണ്. അത് 15,256 യൂണിറ്റുകളാണ് ആകെ വിറ്റിരിക്കുന്നത്. ഗൈസ്, ക്രെറ്റയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പെട്രോളും ഡീസലിലും അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് സ്പോർട്സ് എഡിഷൻ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.